ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഡെയിലി ഹിന്ദി വിത്ത് ഹിന്ദി പ്ലസിന്റെ 4th എപ്പിസോഡിലേക്ക് 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അലി അസ്കർ, ഹിന്ദി പ്ലസ് ലാംഗ്വേജ് അക്കാഡമി കോഴ്സ് കോऑर्डिनेटर ആണ്. हाय गाइस, मेरा नाम आयुषी है. मैं हिंदी प्लस एकेडमी की चीफ ट्रेनर हूँ और आज के इस एपिसोड में हम सीखेंगे क्वेश्चन टैग्स. कैसे क्वेश्चन टैग्स हम बना सकते हैं. ഓക്കെ, കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ അത് നന്നായിട്ട് വാച്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആണ് അതിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഇത് എങ്ങനെയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെ ചോദിക്കുക എന്നാണ്. ഓക്കെ, അതൊന്നും നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ സംസാരത്തിലാണെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് അവനാണോ, അവൻ അർജുനാണോ, അവൾ ലക്ഷ്മിയാണോ, അവൾ ദുബായിലാണോ, അവൾ ഇപ്പോൾ മുംബൈയിലാണോ, ഇങ്ങനെ ഇത്തരത്തിൽ നമ്മൾ സംസാരിക്കാറുണ്ടല്ലോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇത് നന്നായിട്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വാച്ച് ചെയ്യുക. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ നിങ്ങളും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ തന്നെയാണ് നമുക്കൊരു ഏതൊരു ലാംഗ്വേജും നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ കഴിയാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സ്റ്റാർട്ട്. ഇപ്പം അവൻ രാഹുലാണോ എന്നെങ്ങനെ ചോദിക്കും? വളരെ ഈസിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചോദിക്കാം ക്യാ വോ രാഹുൽ ഹേ. ഓ രാഹുലിനെ ക്യാന്നും ചോദിക്കാം അല്ലെ. ആ ക്വസ്റ്റ്യൻ നമുക്ക് ക്യാ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ എന്ത് എന്നുള്ളതാണ് അല്ലെ. ക്യാ ഹേ, എന്താണ്. ആപ്കെ പാസ് ക്യാ ഹേ, താങ്കളുടെ അടുത്ത് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ക്യാ ഹേ. അപ്പൊ നമ്മൾ ഇത് വളരെ ഈസി ആയിട്ട് ഈ സ്റ്റേറ്റ്മെന്റിന്റെ മുൻപിൽ നമ്മൾ അവൻ രാഹുലാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ക്യാ വോ രാഹുൽ ഹേ, കുറച്ചുകൂടി ഇതായിട്ട് നമ്മൾ ചോദിക്കുന്ന ഓ രാഹുൽ ഹേ ക്യാ എന്ന് ചോദിക്കാം. ഓക്കെ, രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, അവൾ ലക്ഷ്മിയാണോ? क्या वो लक्ष्मी है? वो लक्ष्मी है क्या? क्या वो लक्ष्मी है? क्या वो लक्ष्मी है. അവൾ ലക്ഷ്മിയാണോ? അവൾ ആയുഷിയാണോ? क्या वो आयुषी है? वो आयुषी है क्या? ഓക്കെ, രണ്ടും പറയാം. क्या वो आयुषी है, അവൾ ആയുഷിയാണോ? അവൾ നേഴ്സ് ആണോ? क्या वो एक नर्स है? क्या वो एक नर्स है? क्या वो एक नर्स है? क्या वो नर्स है, അവൾ നേഴ്സ് ആണോ? അവൾ ഡോക്ടർ ആണോ? क्या वो डॉक्टर है? क्या वो डॉक्टर है? क्या वो डॉक्टर है. വളരെ ഈസി ആയിട്ട് നമ്മുടെ കൂടെ തന്നെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ. ഓക്കെ, അതുപോലെ അവൻ ഡോക്ടർ ആണോ? क्या वो डॉक्टर है, ലൈക് മെയിൽ ഓർ ഫീമെയിൽ ആയാലും നമുക്ക് സെയിം സെന്റൻസ് ആണ്. ഓക്കെ, അവിടെ മെയിൽ ആണെങ്കിൽ ഫീമെയിൽ. ക്യാ വോ ഡോക്ടർ ഹേ, അവിടെ നമ്മളൊരു മെയിലാണെങ്കിൽ മെയിലിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ലക്ഷ്മിയെ കുറിച്ചാണ് ചോദിക്കുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ രാഹുലിനെ കുറിച്ചാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ രണ്ടും എന്ത് തന്നെയാണ്, സെയിം ആണ് പറയട്ടോ. അവിടെ ഡിഫറെന്റ് ഒന്നുമില്ലാണ്, സെയിം ആണ് നമ്മൾ പറയാ. ക്യാ വോ രാഹുൽ ഹേ, അവിടെ നമ്മൾ മനസ്സിലാക്കണം അവർ രാഹുലാണോ. ക്യാ വോ ലക്ഷ്മി ഹേ, അപ്പൊ നമ്മൾ ചിന്തിക്കുക അവൾ ലക്ഷ്മിയാണ്. സാധാരണ ലക്ഷ്മി ഒരു ഫീമെയിൽ ജെൻഡർ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ മനസ്സിലാക്കും. ആ ഒരു ഡിഫറെന്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ അവൻ, അവൾ, ഇനി നിങ്ങൾ. ഹിന്ദിയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് നിങ്ങൾ എന്നുള്ളതിന് എന്താ പറയാ നമ്മള്? ആപ്പ് എന്ന് പറയുമ്പോൾ താങ്കൾ. നമ്മളൊന്നും കൂടി പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ കുറച്ചുകൂടി റെസ്പെക്ട്ഫുള്ളി ആയിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പൊ തൂ എന്ന് പറഞ്ഞാൽ നീ എന്നാണ്. കുട്ടികളൊക്കെയാണ് നമ്മൾ വിളിക്കുക അല്ലെ. തൂ ഇതറാവോ എന്നൊക്കെ പറയും നമ്മള്. തും എന്ന് പറയുമ്പോഴോ കുറച്ചും കൂടി കാഷ്വൽ അല്ലെങ്കിൽ ഇൻഫോർമൽ ആണ്. ലൈക് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് തും എന്നാണ് പറയാ. നമ്മള് ഡിസ്റെസ്പെക്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു റെസ്പെക്ട് ലെസ് ലൈറ്റ്. കുട്ടികളോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ തൂന്ന് യൂസ് ചെയ്യേണ്ടത്. നമ്മള് അതെ, നമ്മള് കുറച്ച് ചിലപ്പോ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ പോയിട്ട് നമ്മളൊരു ഹിന്ദിക്കാരനൊക്കെ പോയിട്ട് തൂ ഇതറാവുന്നൊക്കെ ചിലപ്പം പറയും. അപ്പൊ അവർക്ക് തന്നെ തോന്നും അല്ലെ, നമ്മളിപ്പോ നമ്മള് മുതിർന്ന ഒരാളെ, ഒരു കുട്ടി വന്നിട്ട് നീ ഇവിടെ വാ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു അല്ലെ അതുപോലെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് എല്ലായിടത്തും നമ്മള് ആപ്പ് യൂസ് ചെയ്യാൻ വളരെ നല്ലത് അല്ലെ. സെയിം ഏജ് ആണെങ്കിൽ സെയിം ഏജ് ആണ്, അല്ലെങ്കിൽ വർക്കിന് ഒരാൾ വീട്ടിലേക്ക് വന്നിട്ട് തുമ്മെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫൈൻ. തും യേ കറോ, തും റഖോ എന്ന് വെച്ചാൽ നീ ഇത് ചെയ്യ്, നീ അത് അവിടെ വെക്കുന്നുള്ള രീതിയിൽ പറഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷെ മാക്സിമം യൂസ് ചെയ്യുക ആപ്പ് ആൻഡ് തുമ്മായിരിക്കും, അതായിരിക്കും നല്ലത്. ആപ്പാണ് നല്ലത്. ഓക്കെ, ആപ്പാണ് ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. നമ്മൾ കുറച്ചുകൂടി റെസ്പെക്ട്ഫുൾ ആയിട്ട് നമ്മുടെ ടീച്ചേഴ്സ് ആവട്ടെ, നമ്മുടെ പാരന്റ്സ് ആവട്ടെ അല്ലെ, നമ്മുടെ മുതിർന്ന ആളുകൾ ആരും ആവട്ടെ, എല്ലാവരും നമ്മൾ ആപ്പ് പറയുമ്പോൾ അല്ലെ അവർക്ക് നമ്മളോട് റെസ്പെക്ട് തോന്നും അല്ലെ. അങ്ങനെയാണല്ലോ സിസ്റ്റം. ഓക്കെ, അപ്പം ന്യൂ ലാംഗ്വേജ് ആണ് നമ്മൾ പഠിക്കണം. അപ്പം മാക്സിമം ട്രൈ ചെയ്യുക, ഒരാൾ ഒഫൻഡ് ചെയ്യാണ്ട് സംസാരിക്കണം, ലൈക്ക് ഒരാൾ ഡിസ്റെസ്പെക്ട് ചെയ്യാണ്ട് നമ്മൾ സംസാരിക്കണതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം ട്രൈ ചെയ്യുക, ആപ്പ് യൂസ് ചെയ്യുക. ആൻഡ് തും യൂസ് ചെയ്താൽ ഇറ്റ്സ് ഫൈൻ. വെൻ യു ആർ ടോക്കിംഗ് ടു, നിങ്ങളെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളെ ഫ്രണ്ട്സ് ആണ്, കൊളീഗ്സ് ആണ്, അപ്പൊ നിങ്ങൾക്ക് പറയാം തും. പക്ഷെ അതല്ലാണ്ട് ആപ്പ് എന്നായിരിക്കും നല്ലത്. ഓക്കെ, അതാണ്. അപ്പൊ നമുക്ക്
തു എന്ന് പറഞ്ഞാൽ നീ, തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ, നിങ്ങൾ. ആപ്പ് എന്ന് പറയുമ്പോൾ താങ്കൾ താങ്കൾ. എന്നിട്ട് റെസ്പെക്ട്ഫുള്ളി ആയിട്ടാണ് പറയാ നമ്മള്. ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾ ഡോക്ടറാണോ, ഒരാളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾ ഡ്രൈവർ ആണോ? क्या क्या आप एक ड्राइवर है? क्या आप एक ड्राइवर है? ക്യാ ആപ്പ് ഏക് ഡ്രൈവർ ഹെ? ക്യാ ആപ്പ് ഡ്രൈവർ ഹെ? താങ്കൾ ഡ്രൈവർ ആണോ? താങ്കൾ ഡോക്ടർ ആണോ? क्या आप एक डॉक्टर है? क्या आप एक डॉक्टर है? ക്യാ ആപ്പ് ഏക് ഡോക്ടർ ഹെ? ക്യാ ആപ്പ് ഏക് ഡോക്ടർ, ആപ്പ് താങ്കൾ ഡോക്ടർ ആണോ എന്ന് ചോദിക്കുന്നത് അല്ലെ? അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞു അത് നിങ്ങളുടെ വീടാണോ? क्या वो आपका घर है? क्या वो आपका घर है? ക്യാ വോ ആപ്കാ ഗർ ഹെ? അത് താങ്കളുടെ വീടാണോ? ഹിന്ദിയിൽ നമ്മൾ അത് എന്നുള്ളതിന് വോ എന്ന് പറയും, നമ്മൾ യഹ് എന്ന് പറയും. യഹ് എന്ന് പറഞ്ഞാൽ ഇറ്റ്, ഇത് Yes. അല്ലെ? ഇത് നിങ്ങളുടെ വീടാണോ എന്നെങ്ങനെ ചോദിക്കും? क्या ये आपका घर है? क्या ये आपका घर है? ഓക്കെ, യഹ് എന്ന് പറഞ്ഞാൽ ഇറ്റ്, ഇത് എന്നാണ്. ഇത് താങ്കളുടെ വീടാണോ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, അത് താങ്കളുടെ ഓഫീസാണോ? क्या वो आपका ऑफिस है? क्या वो आपका ऑफिस है? ക്യാ വോ ആപ്കാ ഓഫീസ്? ക്യാ വോ ആപ്കാ ഓഫീസ്? അത് താങ്കളുടെ വീടാണോ എന്നാണ് ചോദിക്കുന്നത്. ഇത് താങ്കളുടെ വണ്ടിയാണോ? क्या ये आपकी गाड़ी है? क्या ये आपकी गाड़ी है? ഓക്കെ, ക്യാ യേ ആപ്കി ഗാഡി ഹെ? നമ്മൾ മുൻപ് പറഞ്ഞു ക്യാ യേ ആപ്കി ഗാഡി ഹെ? ഇത് താങ്കളുടെ വണ്ടിയാണോ? അത് നമ്മൾ ഫീമെയിലിനോടാണെങ്കിലും മെയിലിനോടാണ് ചോദിക്കുന്നുണ്ടെങ്കിലും സെയിം ആണ്. Yeah. യേ ആപ്കി ഗാഡി ഹെ? ഇത് താങ്കളുടെ വണ്ടിയാണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ പാറ്റേൺ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ ഇതിൽ ക്യാ ചേർത്ത് കഴിഞ്ഞാൽ മാത്രം മതി, നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേൺ ആയി. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് നമ്മൾ മുൻപത്തെ എപ്പിസോഡിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. ഇതിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. അപ്പോൾ താങ്കളുടെ അടുത്ത് എന്താണ്? आपके पास क्या है? ആപ്കെ പാസ് ക്യാ ഹെ? ഇന്ത്യയിൽ പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത്, അടുത്ത്, നിയർ, അടുത്ത് എന്നുള്ള മീനിങ് ആണ്. ആപ്കെ പാസ് ക്യാ ഹെ? താങ്കളുടെ അടുത്ത് എന്താണ്? താങ്കളുടെ കയ്യിൽ എന്താണ് എന്ന് എങ്ങനെ ചോദിക്കും? आपके हाथ में क्या है? ആപ്കെ ഹാത്ത് മീൻ हाथ കൈയാണ്, ഹാത്ത്. അപ്പോൾ ആപ്കെ ഹാത്ത് മേ ക്യാ ഹെ എന്ന് ചോദിച്ചാൽ താങ്കളുടെ കയ്യിൽ എന്താണ് എന്നാണ്. ഓക്കെ, താങ്കളുടെ പോക്കറ്റിൽ എന്താണെന്ന് എങ്ങനെ ചോദിക്കും? आपके पॉकेट में क्या है? ആപ്കെ പോക്കറ്റ് മേ, പോക്കറ്റിന് ഹിന്ദിയിൽ കറക്റ്റ് വേർഡ് ഉണ്ട്, जेब ജേബ്. ആപ്കെ ജേബ് മേ ക്യാ क्या ഹെ? है? आपके जेब നമ്മള് में क्या है? ആപ്കെ പോക്കറ്റ് മേ ക്യാ ഹെ എന്ന് ചോദിച്ചാൽ മതി, കാര്യം മനസ്സിലാവും, ഈസിയാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേൺ ചോദിക്കുക. ക്വസ്റ്റ്യൻ പാറ്റേൺ ചോദിക്കുമ്പോൾ ഇതേ രീതിയിൽ പറഞ്ഞാൽ മതി, വളരെ ഈസിയാണ്. നമ്മൾ മുമ്പ് സ്റ്റേറ്റ്മെന്റ് പഠിച്ചു, അതിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെന്റൻസ് പ്രാക്ടീസ് ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേൺ പഠിച്ചു. വളരെ ഈസി ആയിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇതേപോലെ നമ്മുടെ കൂടെ ഈ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണാം. നമ്മൾ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോഴാണ് നമുക്ക് ഏതൊരു ലാംഗ്വേജും ഇത് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ പറഞ്ഞ് സംസാരിച്ച് പഠിക്കുക Yes. അല്ലെ? ആ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യാം. ഓക്കെ, പിന്നെ കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യം വെച്ചാൽ ആപ്ക അപ്ലൈ യൂസ് ചെയ്യേണ്ട, ആപ്കി അപ്ലൈ ചെയ്ത്. അപ്പം ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും നമ്മൾ മാസ്കുലിൻ നൗണിനെ കുറിച്ച് പറയാൻ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഘർ, ഓഫീസ്, ഇതൊക്കെ മാസ്കുലിൻ നൗണിലാണ് വരിക. അപ്പൊ നിങ്ങളിത് ഹിന്ദി കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ തുടങ്ങും. അപ്പൊ അത് സമയത്ത് നിങ്ങൾ ആപ്ക എന്നാണ് യൂസ് ചെയ്യേണ്ടത്. അതേപോലെ ഗാഡി, കുർസി എന്ന് വെച്ചാൽ ചെയർ എന്നാണ്. അപ്പം അതൊക്കെ വരുന്ന സമയത്ത് അത് ഫെമിനിൻ നൗൺ ആണ്. ആ സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ആപ്കി എന്നാണ്. നൗ പോക്കറ്റ്, ആപ്കെ ജേബ് മേ ക്യാ ഹെ? അപ്പോൾ ആപ് കെ എന്നാണ് വരിക. ബിക്കോസ് നമ്മൾ പോക്കറ്റിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ജേബിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആപ് കെ. സോ ഇങ്ങനത്തെ ഒക്കെ കുറച്ച് കൺഫ്യൂഷൻസ് വരും. അപ്പോൾ എന്തായാലും എപ്പിസോഡ്സ് മൊത്തം നിങ്ങൾ കാണാം. നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒക്കെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഇതിനായിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് എപ്പിസോഡ് നമ്മൾ ഫ്യൂച്ചറിൽ എന്തായാലും പോസ്റ്റ് ചെയ്യും. സോ അതും കാണാൻ മറക്കരുത്. എന്ത് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും എന്തായാലും കമന്റ്സിൽ പറയാം. ऑफ कोर्स. സോ ओके, आप सबको फिर मैं एक बार कहता हूँ आपको धन्यवाद. ओके, ഒന്നും കൂടി ഔട്ട്രോ ചെയ്താലോ? ലാസ്റ്റത്തെ അല്ലേ? സെയിമിൽ ഇത് പറയാം അല്ലേ? സോ ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരം പെട്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ആൻഡ് എന്തായാലും നമ്മൾ കൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, റിവൈൻഡ് ചെയ്യുക വീഡിയോ, നമ്മൾ കൂടെ പറഞ്ഞു നോക്കുക. ആൻഡ് എന്തെങ്കിലും കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ ഡൗട്ട്സോ എന്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ എന്തായാലും പറയാം. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അതും എന്തായാലും കമൻസിൽ നമ്മൾ അറിയിക്കുക. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കുറേ വീഡിയോസ് വരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബെല്ലും ഓൺ ആക്കാൻ മറക്കരുത്. ആൻഡ് ലൈക്ക്, ഷെയർ, കമൻറ്റ്. സോ ബൈ. okay.